80ലും മുടി നരയ്ക്കത്തില്ല. എത്ര വയസ്സായാലും മുടി നരയ്ക്കത്തില്ല. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം നിങ്ങളുടെ മുടി ഇതുകൊണ്ടൊന്ന് കഴുകി നോക്കൂ. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടാകുന്ന അകാല നര, വെളിയിൽ നിന്നുള്ള ഫുഡും മേടിച്ച് കഴിക്കുന്നതും, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ മുടികൾക്ക് പെട്ടെന്ന് നരയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ നര കുറയ്ക്കാനും മുടി നല്ലപോലെ കിളുക്കാനും ആർത്ത് കിളുക്കാനും അതുപോലെ ഡാൻഡ്രഫ് പോകാനും സ്കാൽപ്പ് ക്ലീൻ ആകാനും വളരെ നല്ലൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുടിയിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് നിങ്ങളൊന്ന് വെച്ചാൽ മതി. 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിന് ശേഷം നിങ്ങൾ എന്നിട്ട് ഒന്ന് കഴുകി നോക്കും. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ അടുക്കളയിലുള്ളതാണ് ഇതുപോലെ കോഫി പൗഡർ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ വേണ്ടത്. കാപ്പിപ്പൊടി എടുക്കരുത്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതൊരു 5 രൂപ പാക്കറ്റാണ്. നിങ്ങൾക്ക് 2 രൂപയുടെ പാക്കറ്റ് കിട്ടും, അത് മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഈ 5 രൂപയുടെ പാക്കറ്റ് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ മിച്ചം ഞാനിന്ന് എടുക്കുന്നുണ്ട്. ഈ ഒരു ടീസ്പൂണിനാണ് എടുക്കുന്നത്. അത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത്, എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ. കഞ്ഞിവെള്ളം വെറുതെ വലിച്ചെറിഞ്ഞ് കളയല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം ഇനി കളയരുത് കേട്ടോ. ഇതിന് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോഫി പൗഡറിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നമുക്കനുസരിച്ച് ഇത് ഫുള്ളും വേണം കേട്ടോ. നിങ്ങൾക്ക് എന്തോരം മുടിയുണ്ടോ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എടുക്കേണ്ടതാണ്. കോഫി പൗഡർ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് കേട്ടോ. നര എന്തോരം വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതെല്ലാം കൂട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിനാണ്. ഗ്ലിസറിന് അത്യാവശ്യമാണ്. നമ്മുടെ തലമുടിക്ക് നല്ലപോലെ തലയൊട്ടിക്ക് നല്ലൊരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കുന്നതാണ്. മുടിയൊക്കെ നല്ലപോലെ കിളുക്കാൻ നല്ല സോഫ്റ്റായിട്ട് കിടക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ഗ്ലിസറിന്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഷാമ്പു ആണ് കേട്ടോ. ഷാമ്പു നമ്മൾ ഏത് ഷാമ്പു ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു എടുക്കുക. ഇപ്പം നിങ്ങൾ നോർമലായിട്ടുള്ള എല്ലാവരും ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതെടുക്കുക. അത് ഒരു രൂപയുടെയാണ്. അത് ഫുള്ളും ഇതിൻ്റെത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ബാക്കി വന്ന് കഞ്ഞിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മുടിക്ക് സ്വാഭാവികമായ ഒരു ഡാർക്ക് ഷെയ്ഡ് നൽകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. അതുപോലെ തന്നെ മുടിക്ക് തിളക്കവും സോഫ്റ്റും നല്ല ലുക്കും ലഭിക്കും. കെമിക്കൽ ഡൈയേക്കാൾ ഏറ്റവും വളരെ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ തലയിലുള്ള അഴുക്ക് കുറയ്ക്കാൻ സഹായിക്കും. മുടി നല്ല ഫ്രഷായി തോന്നാൻ സഹായിക്കും. അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നതിൻ്റെ കൂടെ ഇതും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കുളിക്കുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ, ജോലിക്കാർക്കൊക്കെ എവിടെ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുവച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കുട്ടിയുടെ തലയിൽ എൻ്റെ തലയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലമുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ പോലും നല്ലപോലെ അഴുക്കെല്ലാം പോകാൻ സഹായിക്കും കേട്ടോ. അപ്പം ചെറിയ നരയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് വരുന്നത് കാണാനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തലയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈകൊണ്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇത്രയും മാത്രം നമ്മുടെ തലയിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ കുറച്ച് ആദ്യം മുകൾ ഭാഗം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ മുടിയിലേക്കെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ തലയൊന്ന് കഴുകി കളയുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടി കേട്ടോ. തൈറോയിഡൊക്കെ ഉള്ളത് കാരണം എനിക്ക് മുടി നല്ല കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നരച്ച മുടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് ഇരിക്കുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ ഒന്ന് കഴുകുന്നുണ്ട്. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ. അതുപോലെ ഈ എല്ലാവരും ചോദിക്കും കോഫി പൗഡറിൻ്റെ സ്മെല്ലൊക്കെ
തലയിൽ പിടിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല കേട്ടോ, ഷാമ്പൂവിൻ്റെ ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ മുടിയിൽ ഈ കിട്ടുക. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ കുട്ടികളുടെ തലയിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ ഇത് കണ്ടില്ല, കുറച്ചൊന്ന് ചേർന്ന് മുടിയിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നു. കാര്യം ഇത് പഠിക്കുന്ന കുട്ടിയായത് കാരണം കുട്ടിയുടെ തല ചെറിയ നരയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫുഡിൻ്റെയൊക്കെ എനിക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒത്തിരി കുറവും. അതുപോലെ നല്ല ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ കഴിക്കണം, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. എങ്കിൽ മാത്രം നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു ആരോഗ്യവും അതുപോലെ നരയൊക്കെ കുറഞ്ഞ് കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ പലർക്കും സംശയമുണ്ട് കുട്ടികളുടെ മുടി എങ്ങനെ നരയ്ക്കുമെന്ന്. കുട്ടികളുടെ മുടി നമ്മളൊന്ന് പിടിച്ച് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും നരയ്ക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കും. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുറുക്കെ ആ മുടിയൊന്ന് കെട്ടി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കുളിക്കുമ്പോൾ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ഒരുപാട് നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ്, കോഫി പൗഡറും ഷാമ്പൂവും കൊണ്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വഴിയാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.